എന്നെ ഒരു വളരെ നല്ലവനായിട്ട് അങ്ങ് പടത്തിൽ അഭിനയിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു നല്ല കുട്ടിയായിട്ട് മാറി. ഇവരെല്ലാം കേഡറ്റ്സ്, ആര് നസീറൊക്കെ, ഇവരൊക്കെ പിടിച്ച് വിരട്ടിയിട്ട്. അതെ, അല്ലല്ല, മറ്റേ മാത്തമാറ്റിക്സ് രക്ഷപ്പെടണമല്ലോ. അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അച്ഛൻ സന്തോഷമായിരുന്നു. കാരണം അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്. അന്ന് ഹിന്ദി എന്ന് പറഞ്ഞാൽ രാഷ്ട്രഭാഷയല്ലേ. അത് മാത്രമല്ല, ഹിന്ദി പഠിച്ചു വന്നാൽ വലിയ പ്രയോജനമുണ്ടെന്ന് ധാരണയുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഈ ആദ്യത്തെ നാടകം കണ്ടതിൻ്റെ അന്നോട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആണ് നാടകത്തോട്. ഇപ്പൊ 2 കൊല്ലമായിരുന്നു അഭിനയിച്ചിട്ട്. 2 കൊല്ലമൊന്നുമല്ല, 4-5 വർഷം. 4-5 വർഷം. ഈ അവരുടെ സ്ഥാനത്ത്, ഈ പ്രധാന കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് എന്നെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സിനിമാ ഭാഷയിൽ പറഞ്ഞ ഹീറോ ആയത്. നമസ്കാരം. മലയാള സിനിമയിലെ എക്കാലത്തും വലിയ പ്രതിഭകളിൽ ഒരാളാണ് ശ്രീ മധു. ഇന്നും മലയാളത്തിൻ്റെ ഒരു അത്ഭുതമായി അദ്ദേഹം സിനിമയുടെ ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്നു. മഹാനായ ആ മനുഷ്യനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഒരിക്കലും. ഇവിടെ കൊട്ടാരക്കരയിലെ KTDCയുടെ റെസ്റ്റോറൻറ്റ് വെച്ച് എൻ്റെ പിള്ളേർ പടമൊക്കെ എടുത്തിരുന്നത് അന്ന്. ഇപ്പം പക്ഷേ യാത്രയൊക്കെ കുറവാണല്ലേ? കുറവെന്നല്ല, യാത്രയില്ല. ഇല്ല. മറ്റേ അവിടെ റെസ്റ്റോറൻറ്റിലെ കൊട്ടാരക്കര. അതെ. ഈ കോട്ടയത്ത് പോകുമ്പോൾ എല്ലാം അവിടെ ഒന്ന് കയറും. കോട്ടയം വഴി പോകുമ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് ആ MC റോഡിൽ വടക്കോട്ട് പോകുമ്പോൾ അവിടെ കയറി ഒരു ചായ കാപ്പിയെല്ലാം കുടിച്ചിട്ട് പോകും. അത് നമുക്കൊരു കംഫർട്ടാണ്. ഞാനും അങ്ങനെ തന്നെ ഒരിക്കൽ അവിടെ വെച്ചാണ് സാറിനെ കണ്ടത്. അല്ല, ഇപ്പം ഈ എത്ര കാലമായിട്ട് ഇപ്പം യാത്ര കുറച്ചിരിക്കുന്നു? കുറേ അധികം നാളെ. ആണോ? ആരോഗ്യം കാരണങ്ങളല്ല, പഴയ വലിയ സ്പീഡ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാലിന് അല്പം ബലക്കുറവുണ്ട്. ആളുകൾ മുമ്പ് ഈ തത്തക്കാപ്പത്തൊക്കെ എന്ന് പറഞ്ഞ് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് പ്രധാനം? വീട്ടിൽ തന്നെയാണ്. മോൾ അടുത്താണോ താമസം? മോൾ തൊട്ടടുത്ത് തന്നെ, ഇതേ കോമ്പൗണ്ടിൽ തന്നെ ഞാൻ തന്നെ വെച്ച വേറൊരു വീടുണ്ട്. ഓക്കെ. ഈ വീട് എത്ര കാലമായി കാണും? ഇത് 73 ഇവിടെ ഈ ഭാഗം. പല സമയത്തായിട്ടുണ്ടായത്. അത് ഇവിടെ നിന്ന് ഈ വാതിൽ വരെ അതിൻ്റെ അപ്പുറത്തൊരു ഷാപ്പായിരുന്നു, നമ്മളിരുന്നില്ല സ്ഥലം. അത് രണ്ടാമത് വെച്ചു, 78 ആയി അപ്പോൾ അത്. ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കണത് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഇടയ്ക്കിടെ എല്ലാവരും മാറുന്ന ഒരു പുതിയ വീട്ടിലേക്ക്, വലിയ കൊട്ടാരം പോലൊരു വീട് മാറ്റി അങ്ങോട്ട് പഴയ വീട്ടിൽ ആ ഒരു കംഫർട്ടിൽ അങ്ങ് ജീവിക്കുന്നു അല്ലേ? പുതിയൊരു അല്ല, ഇപ്പോൾ ഉള്ള വീടുകൾ താമസിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ്. അതെ. അപ്പോൾ പിന്നെ വേറെ ഒറിജിനൽ ശിവഭവൻ എന്ന് പറയുന്ന വീട്, അവിടെ ആരുമില്ല. ഓക്കെ. അവിടുത്തെ അടുക്കള യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ആയിക്കോട്ടെ. അപ്പം ഈ വീടാണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് അന്ന് മുതലേ ഉള്ളത്. അതെ. പിന്നെ വൈഫിൻ്റെ ഒരു ഓർമ്മകളും. കറക്റ്റ്. അതായത് മറ്റേ അപ്പുറത്തെ ആ വീട് വെച്ചപ്പോൾ വൈഫും ഞാനും ഇവിടെയും, മോളും ഭർത്താവും കുട്ടിയും അവിടെയും അങ്ങനെ താമസിച്ചിരുന്നു. അതിനിടയിലാണ് അവളങ്ങ് പോയത്. പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. അങ്ങനെ പോകണം. ആകെ ചേഞ്ച് വരുത്തി ഇവിടുത്തെ അടുക്കള ക്ലോസ് ഡൗൺ ചെയ്തു. ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കും. അതാണ് മാറ്റം. ഇപ്പം ഒരു സഹായം ഉണ്ടാവും കൂടെ? സഹായം 1-2 പേരുണ്ട്. ഇന്നിപ്പോൾ ഇയാൾ തന്നെ ഉണ്ട് ഇവിടെ നിന്ന് കണ്ടില്ലേ. പിന്നെ വേറൊരാളുണ്ട്. പിന്നെ വിസിറ്റേഴ്സ് ഉണ്ടാവും. വിസിറ്റേഴ്സ് കൂടുതലുണ്ട്, എപ്പോഴും ഉണ്ടാവും. വല്ല ഒരു സിനിമ കാണണമെങ്കിൽ രാത്രി 10:30 മണിക്ക് ശേഷമേ പറ്റൂ. അതുപോലെ ആളുണ്ടാവും. അതെ. സാറത് സന്തോഷിക്കുന്നു, എല്ലാവരും വരുന്ന സാറിന് ഇഷ്ടമാണ്. നല്ലതാണല്ലോ. കോവിഡ് കാലത്ത് ശ്രദ്ധിച്ചു തോന്നുന്നു. കോവിഡ് കാലത്ത് ആൾ വരാൻ. കോവിഡ് കാലത്ത് ഞാൻ വരാൻ വിളിച്ചാൽ ആരും വരില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്കത് മോള് സമ്മതിക്കത്തില്ലായിരുന്നു തോന്നുന്നു. ആരും അതുകൊണ്ട് ഉണ്ടാവുമല്ലോ, ആരോഗ്യത്തിൻ്റെ ഒരു ആശക്കുഴപ്പമുണ്ട്. പേടിച്ചിട്ടാണ്. വിദേശയാത്രയൊക്കെ സാറി ലണ്ടനിൽ പോയി, അതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. വിദേശത്തേക്ക് പോകുന്നത്, ലണ്ടനിൽ പോകുന്നതായിരിക്കും. അല്ലാതെ കഴിഞ്ഞ് ലണ്ടനിൽ, അതിനുശേഷം ദുബായിലെ പല പ്രാവശ്യം പോയി. അതിനുശേഷം ഇപ്പം സിനിമ വിളിച്ചാലും ഇപ്പം വിളിക്കാറുണ്ടോ? സിനിമയിലേക്ക് വിളിക്കാറുണ്ട്, നിർബന്ധിക്കാറുണ്ട്. വേണ്ടെന്ന് വെച്ചു. വയ്യ ആവശ്യമില്ല. പിന്നെ ഒന്നൊരു അമോഘമായിട്ടുള്ള നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കഥ കിട്ടിയാൽ വയ്യാന്ന് ഒരിക്കലും ചെയ്യാമെന്നുണ്ട്. അങ്ങനെ കിട്ടണം. അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ കഥയാണെങ്കിൽ. അതെന്താ സാറിൻ്റെ സ്വപ്നം എന്താണ്? അങ്ങനെ സ്വപ്നമൊന്നുമില്ല. അതാരെങ്കിലും എഴുതി കൊണ്ടുവന്ന് വായിച്ചാൽ ഞാൻ പറയാം ഓക്കെ ഓർ നോട്ട്. അല്ല, എനിക്ക് അങ്ങോട്ട് പറയാനില്ല. ഇപ്പം 2 കൊല്ലമായിരുന്നു ഒന്നല്ലേ അഭിനയിച്ചിട്ട്? 2 കൊല്ലമൊന്നുമല്ല, 4-5 വർഷം. 4-5 വർഷം. 2022 ഒരെണ്ണം ഇറങ്ങി. നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെ ഒരു പടമാണ്. അതിന് അയാളിവിടെ വന്ന് സത്യാഗ്രഹം ഇരുന്ന് സാർ ചെയ്തേ തീരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പുറത്തുനിന്ന് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തോളാമെന്നായി.
ഓ അങ്ങനെ അങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം മാറ്റി ഇവിടെ അതൊരു പ്രിൻസിപ്പലിൻ്റെ ഓഫീസാണ്. ഓക്കെ. അപ്പോൾ വേറെ ആ വലിയ അലമാരയെല്ലാം കൊണ്ടുവച്ച് ബുക്കുകളൊക്കെ നിരത്തി പ്രിൻസിപ്പൽസ് റൂമാക്കണം. ഞാൻ അതൊന്നും പറ്റില്ല. ഇവിടെ നിറച്ച് വേറെ ട്രോഫീസ് വരുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ പെയിൻ്റ് അടിച്ചത് 2 ദിവസത്തിനാണ് ഇവിടെയൊക്കെ. അപ്പോഴാണ് എല്ലായിടത്തും മാറ്റിയത്. അപ്പോൾ അവർ ഈ കണ്ണമ്പള്ളിയിൽ നിന്ന് പേട്ടയിലോട്ട് പോകുമ്പോൾ 3rd ഹൗസ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതെങ്ങനെയോ അവിടെ സമ്മതിപ്പിച്ച് അവിടെ ഒരു റൂമിൽ അവരിതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ പക്ഷേ 2 hours വർക്ക്. ഓക്കെ ഓക്കെ. ഒന്നെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എല്ലാവരും കണ്ടത്. അപ്പോൾ അയാളെ ഗുരുവായിട്ടാണ് അതിൽ മനസ്സിലായി വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ അഭിനയിക്കുന്ന നായകനും പ്രൊഡ്യൂസർക്കും ഭയങ്കര നിർബന്ധം. അതാണ് അവസാനത്തെ സിനിമ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതെ, അത് തന്നെ മറ്റേ 2 വർഷത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും അത് ചെയ്തത്. അതെ അതെ. ഇപ്പോൾ ഒരു 400-450 സിനിമ ചെയ്ത് കാണും അല്ലേ? അതെ, 400, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +420. ഓ, പേര് പോലും ഓർത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാത്തിൻ്റെ. പലപ്പോഴും പേര് ഓർക്കാറില്ല. ഈ സാറ് ഒരു സിനിമക്കാരനായ സാഹചര്യം എന്താണ് ബേസിക്കലി? സാഹചര്യം, ഞാൻ ഈ നാടകത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നാടകം പഠിക്കാൻ പോയപ്പോഴും ഇൻട്രസ്റ്റിൻ്റെ അടിയിലുണ്ടായിരുന്ന അഭിനയമായിരുന്നു. അപ്പോൾ ബൈ ചാൻസിൽ ഇങ്ങനെ രാമകാരിയേട്ടനെ ഡൽഹിയിൽ വെച്ച് കാണുക, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുക ചോദിക്കുകയും ഞാൻ സമ്മതിക്കുകയും അങ്ങനെ മദ്രാസിൽ ചെന്ന് സിനിമയിൽ അഭിനയിക്കാൻ പോയതല്ല, പഠിക്കാൻ പോയി. നാടകമായിരുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അവിടെ പോയി പഠിക്കാൻ. അവിടെയായിരുന്നു. അല്ല, അത് നാടകത്തോടുള്ള താല്പര്യം കൊണ്ട് പോയതാണ്. അഭിനയത്തോടുള്ള നാടകത്തോടുള്ള താല്പര്യം കൊണ്ടാണ് പോയത്, സംശയമില്ല. അന്ന് നാടകമാണല്ലോ വലിയ കലയല്ലേ? അതെ അതെ. ഇപ്പോൾ ഒരു 10-12 വയസ്സ് തൊട്ട് തൊഴുത്തിലൊക്കെ നാടകം അഭിനയിച്ചുള്ള പരിചയമുണ്ട്. ഓ ശരി. ഈ ആദ്യത്തെ നാടകം കണ്ടതിൻ്റെ അന്നോട്ടുള്ളൊരു ഇൻട്രസ്റ്റാണ് നാടകത്തോട്. അത് ഈ പഠിക്കുന്ന കാലത്ത് തന്നെ? പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പം അങ്ങനെയാണ് പോയി പഠിക്കാൻ പോയപ്പോൾ അവിടെയാണ് രാമകരിയാട്ടിൻ്റെ കൂടെ രാമകരിയാട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് രാമകരിയാട്ട് അന്ന് എന്തിനാ വന്ന ഡൽഹിയിലായിരുന്നു ഞാൻ. ഒരുമിച്ച് പഠിച്ചതല്ല? രാമകരിയാട്ടിൻ്റെ സീനിയർ. ഓക്കെ. ഞാൻ ഓർത്ത് ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചപ്പോൾ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിക്കുമ്പോൾ രാമകരിയാട്ട് മറ്റൊരാവശ്യത്തിന് വേണ്ടി. മറ്റൊരാവശ്യം എന്ന് പറഞ്ഞാൽ മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോയതല്ല, കേരള സമാജം അല്ല മലയാളി സമാജം അത് അവർക്കൊരു സ്വീകരണം കൊടുത്ത കൂട്ടത്തിൽ അവിടെ വന്നങ്ങനെ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അടൂർ ഭാസി ഉണ്ടായിരുന്നു. അപ്പോൾ ഭാസി എനിക്ക് ഇവിടെ വെച്ച് അറിയാവുന്ന സ്റ്റേജിലേ ഉള്ളത്. ഭാസി പരിചയപ്പെട്ടപ്പം കാഷ്വലായിട്ട് ഇങ്ങനെ ചോദിച്ചു, നാടകത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ, സിനിമയിൽ അഭിനയിക്കില്ലെന്ന്. ഞാൻ പറഞ്ഞു അഭിനയമാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അതെ, ഇപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ്. അതിന് ശേഷമാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. അപ്പോൾ ഓക്കെ. അതെ, അതുകൊണ്ട് ചേർന്നുള്ളേ ഉള്ളൂ. അഭിനയമാണ് എൻ്റെ കാര്യം. അന്ന് അതേ ഉള്ളൂ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്തൊരു പടമുണ്ട്, അതിൽ ഒരു ഞങ്ങൾക്ക് പറ്റിയൊരു റോളാണെന്ന് തോന്നുന്നു ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യാൻ എനിക്കൊരു 3 മാസം കൂടെ ഉണ്ട് ഈ കോഴ്സ് കഴിയാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ മതി. അതേ ഒരു മീറ്റിങ്ങിന് എന്തോ ഒരു കോൺഫറൻസിനല്ല, സെമിനാർ എന്തോ ഹെൽസിങ്കി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നിട്ട് സ്ക്രിപ്റ്റ് തന്നെ ഫുള്ളായിട്ടില്ല. 3 മാസം കഴിയുമ്പോൾ രാമകരിയാട്ട് ഹെൽസിങ്കി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ് അങ്ങേർക്കും ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്ക്രിപ്റ്റൊന്നും ആയിട്ടില്ല, കഥ നിശ്ചയിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ 3 മാസം കഴിഞ്ഞ് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് മദ്രാസിലേക്ക് വന്ന് സ്റ്റുഡിയോയിലോട്ട് പോയി മേക്കപ്പ് ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ലൈഫ്. അല്ല, അന്ന് മേക്കപ്പ് നിർബന്ധമായിരുന്നു ആ കാലത്തല്ലേ? നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അഭിനയത്തിന് സ്കോപ്പ് ഉണ്ടായിരുന്നില്ലായിരിക്കും ആ സമയങ്ങളിൽ. അല്ല, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്, ഈ മനുഷ്യർ പലരും പല കോംപ്ലക്ഷനിലൊക്കെ അല്ലേ. അപ്പോൾ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടും പിന്നെ ലൈറ്റ് ഫേസിലടിച്ചാൽ റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ തൊലിയിലടിക്കുമ്പോൾ. അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു ആവശ്യമാണ്. അന്ന് പ്രത്യേകിച്ച് ഈ ലൈറ്റിൽ തന്നെ നിശ്ചയിച്ച് ഇത് ചെയ്യുമ്പോൾ. ഇന്നിപ്പോൾ കുറേ കൂടെ ഇതായിട്ട് മേക്കപ്പ് ഇല്ലാതൊക്കെ അഭിനയിക്കുന്നുണ്ട്. ആ പടം തന്നെയാണ് ആദ്യം ഇറങ്ങുന്നത് നല്ലെന്ന് തോന്നുന്നു. അല്ല ആദ്യം പോയപ്പോൾ ശോഭന പരമേശ്വരന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. ഇതിന് പോയപ്പോഴോ? ഇതിന് അവിടെ മദ്രാസിൽ ഞാൻ പോയപ്പോൾ ചന്ദ്രതാര എന്ന് പറഞ്ഞാൽ ഈ രാമകാരിട്ട് പറഞ്ഞ ഈ നീലക്കുയിലൊക്കെ എടുത്തില്ലേ പടം, അതിൻ്റെ ഓഫീസാണ് ചന്ദ്രതാര ഓഫീസ്. അവരാണ് മൂടുപടം. അല്ല, അതെ, മുടിയനായ പുത്രനും അവരുടെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുക്കണം, മദ്രാസിൽ പോകണം വഴിക്ക് എടുത്തോളും എന്ന് പറഞ്ഞിട്ട് രാമകാരിയായിട്ട് പറഞ്ഞിട്ട്
ചന്ദ്രധാര ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് അതിൻ്റെ കൂടെ ഞാൻ അപ്പോൾ അപ്പോൾ ആദ്യം വന്നപ്പോൾ അല്ല അത് അവിടെ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് ഷൂട്ടിംഗ് ഇല്ലല്ലോ, ചന്ദ്രതാരക്കാർക്ക് അപ്പം ഷൂട്ടിംഗ് ഇല്ലല്ലോ, രാമവാരനും സ്ഥലത്തില്ലല്ലോ. അപ്പോൾ ഇവർ ശോഭന പരമേശ്വരൻ അവരും തമ്മിൽ വളരെ അടുപ്പായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു, നന്മണിഞ്ഞ കാൽപ്പാടുകളുടെ. അപ്പോൾ അത് ആ സെറ്റിൽ കൊണ്ടുപോയി ആണ് എൻ്റെ ടെസ്റ്റ് എടുത്തത്. അത് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ വഴിക്ക് വരാൻ തുടങ്ങുമ്പോൾ പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ റോളുണ്ട് അഭിനയിക്കാൻ. അങ്ങനെയാണ് ആദ്യമായിട്ട് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഇറങ്ങി ആ സിനിമ പുറത്ത് വന്നപ്പോൾ? ഇതാണ് നമ്മുടെ ജീവിതം എന്ന് ഏകദേശം തോന്നിയോ? സിനിമയാണ് ഇനി ജീവിതം? ഇല്ല, അങ്ങനെ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഐ വാസ് ഹാപ്പി. ഒരു ചെറിയ റോളാണെങ്കിൽ നല്ല റോളാണെന്ന് തോന്നി. ആദ്യത്തെ പടമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ചെയ്തു എന്ന് തോന്നി. പിന്നെ സിനിമയിലേക്ക് തന്നെ ആയി. കാര്യാട്ടിൻ്റെ പടം കൂടെ വന്നു, രാമുവിൻ്റെ പടം കൂടെ വന്നതോടുകൂടി അത് തന്നെയാണ് പിന്നെ സിനിമയിലേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നിനും പോകാൻ സമയമില്ലാതായി. ഓക്കെ. അപ്പോൾ കോഴ്സ് എന്തായാലും പൂർത്തിയാക്കി? കോഴ്സ് പൂർത്തിയാക്കി ഡിപ്ലോമയൊക്കെ വാങ്ങിച്ചു. ഈ അധ്യാപന കാലം അതിന് മുമ്പ് അങ്ങ് എനിക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന കാര്യം ഓർമ്മയുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം അതോ അന്ന് പഠിക്കുവാ ഇവിടെ? അന്നോട് ഇവിടെ പഠിക്കാം ഞാൻ. പിന്നെ ഇവിടെ 47 സെൻറ്റ് ജോസഫ് സ്കൂളിൽ മറ്റേ പഠിക്കും. സെൻറ്റ് ജോസഫ് അന്നേ ഉള്ളല്ലേ? അയ്യോ, അതിന് എത്ര വർഷം മുമ്പുണ്ട്. ഓ അത് ശരി. എൻ്റെ അച്ഛൻ്റെയൊക്കെ പ്രായമുള്ള ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഓഹോ അത് ശരി. അത് വളരെ അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളായിരിക്കും. ഏറ്റവും വലുതല്ല, പഴയ സ്കൂളാണ്. ഓക്കെ. SMB സ്കൂൾ കഴിഞ്ഞാൽ വലിയ സ്കൂളും ഇതും പട്ടത്തെയും സെൻറ്റ് മേരീസ്. അന്നും സെൻറ്റ് മേരീസ് ഒക്കെ എത്ര പ്രധാനപ്പെട്ട സ്കൂളാണ്. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ഓക്കെ. പിന്നീട് ബാക്കി സ്കൂളുകളൊക്കെ വന്നത്. അച്ഛൻ അന്ന് മേയറായിരുന്നു ആ കാലയളവിൽ? ആ കാലയളവിലല്ല, അച്ഛൻ മേയറായിരുന്നു. ഞാൻ ബനാറസിൽ MA പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ അച്ഛൻ ഇതിനൊക്കെ പിന്തുണയായിരുന്നോ? അച്ഛനെ അഭിനയിക്കാൻ പോണതിൽ വലിയ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ. കാരണം അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള ഒരു സ്കോപ്പ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഹിന്ദി പഠിക്കാൻ പോകാൻ തീരുമാനിച്ച പിന്നെ എങ്ങനെയാണ്? ഹിന്ദി അവിടെ നിന്ന് ഞാൻ കണക്കിന് വളരെ മോശമായിരുന്നു. അച്ഛനെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതിന് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് ഉണ്ടാക്കി. ഇൻ്റർമീഡിയറ്റിന് അന്ന് ഇൻ്റർമീഡിയറ്റ് ഉള്ള കണക്കിന് ഞാൻ തോറ്റുപോയി. പിന്നെ മാർച്ച് സെപ്റ്റംബർ എന്നൊക്കെ എഴുതിയ ജയിച്ചത്. ഓക്കെ. കഷ്ടിച്ച്. അപ്പോഴത്തെ അച്ഛനൊരു വാശി പോലെ MG കോളേജിൽ മാത്തമാറ്റിക്സിന് തന്നെ ചേർക്കണമെന്നൊരു വാശി നിൽക്കുകയായിരുന്നു അച്ഛൻ. പിന്നെ അച്ഛൻ എന്താന്ന് മീറ്റിങ്ങിനായിട്ട് ഡൽഹിയിൽ പോയപ്പോൾ ഈ ഗൗരീശ്വരൻ ശങ്കരൻ നായർ അന്ന് ഇവിടെ ഹിന്ദി പ്രചാര സഭയായിട്ട് അല്ല യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം ഓണേഴ്സിന് പഠിക്കുന്നുണ്ടായിരുന്നു, മലയാളം ഓണേഴ്സിന് പഠിക്കുന്നുണ്ടായിരുന്നു. ആ ബാച്ചിലായിരുന്നു ONV കുറുപ്പ്, പിന്നെ തിരുനെല്ലൂർ കരുണാകരൻ. ഇന്നിപ്പം നമ്മൾ അറിയപ്പെടുന്ന എല്ലാ എഴുത്തുകാരും സാനു മാസ്റ്റർ അവരെല്ലാം ആ ബാച്ചിലാണ്. അപ്പോൾ ഈ ശങ്കരൻ നായർക്ക് എനിക്കുമായിട്ട് കുറച്ച് ഈ ജോലി ഷോട്ടത്ത് നാടകത്തിൻ്റെ ഇടപെടൊക്കെ ഉണ്ട്. അങ്ങനെ എന്തോ ആവശ്യത്തിന് അവിടെ പോയപ്പോൾ അത് ഇത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ട് കിഴക്കുവശമുണ്ടല്ലോ, റോഡിൻ്റെ അപ്പുറത്ത് സംസ്കൃത അത് താഴെ അതല്ല, ഇവിടെ ഇതിൻ്റെ തന്നെ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേ ലെവലിലുള്ള അവിടെയാണ് ഹിന്ദി, മലയാളം, സംസ്കൃതം ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അവിടെയാണ്. ലാംഗ്വേജിൻ്റെ ഓറിയൻ്റൽ സെക്ഷൻ അവിടെയായിരുന്നു ഇവരുടെ MA. അപ്പോൾ ഭാസ്കരൻ നായരെന്ന് പറഞ്ഞിട്ടായിരുന്നു ഹിന്ദിയുടെ ചീഫ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം എന്നെ കണ്ടു, എന്നെ അറിയാം, അച്ഛൻ്റെ വളരെ അടുത്ത ആളാണ്. നീ ഇവിടെ വന്നത് എന്താണ്? ഞാൻ പറഞ്ഞു ഇതിലേക്ക് പറഞ്ഞു, ഇപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാനുള്ള കാര്യം പറഞ്ഞു. ഒരു പണി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഹിന്ദിക്ക് കയറുന്നാൽ മതി. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ധാരണയില്ല അന്ന്. അപ്പോൾ ആ നിമിഷമില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ എവിടെ എൻ്റെ അഡ്മിഷനെല്ലാം കഴിഞ്ഞ സാരമല്ലോ, ലേറ്റ് ഫീ കൊടുത്തിട്ട് എൻ്റെ അഡ്മിഷൻ ഫോം വാങ്ങിച്ച് എഴുതി കൊടുത്ത് ഞാൻ അഡ്മിഷൻ എടുത്തരാം. അപ്പോൾ അച്ഛൻ സമ്മതിക്കുമോ? അച്ഛൻ ഇന്ന് ഡൽഹിയിലല്ലേ, അതുകൊണ്ട് അമ്മയെ കൊണ്ട് ഉപ്പിടെല്ലാം അടിച്ച് സെന്നരിയെല്ലാം കൊണ്ടുപോയി
ഇതിന് അച്ഛൻ്റെ പ്രതികരണം എങ്ങനെ? അല്ലല്ല മറ്റേ മാത്തമാറ്റിക്സ് രക്ഷപ്പെടണമല്ലോ. അതെ, അല്ല അച്ഛൻ്റെ പ്രതികരണം അങ്ങനെ ആയിരുന്നു? അച്ഛന് സന്തോഷമായിരുന്നു. അതിനാ? കാരണം അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്. ഓ അന്ന് ഹിന്ദി എന്ന് പറഞ്ഞാൽ രാഷ്ട്രഭാഷയല്ലേ. ആ അത് മാത്രമല്ല ഹിന്ദി പഠിച്ചു വന്നാൽ വലിയ പ്രയോജനമുണ്ടെന്ന് ധാരണയുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഓക്കെ. അതുകൊണ്ടാണ് അതിന് ദേഷ്യം വരാത്തത്. അച്ഛൻ ഇന്ന് സ്റ്റേറ്റ് കോൺഗ്രസുമായിട്ട് വളരെ സജീവമായിട്ടെന്ന് എനിക്ക് സമയം അച്ഛൻ ഇവിടുത്തെ DCG പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പ്രസിഡന്റ് ആ സമയത്ത്. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല. ഞാനും ആ ഇല്ല, ഞാൻ ഇറങ്ങില്ല. രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അല്ല, എന്നല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു അപ്പോഴത്തേക്കും ഏകദേശം തീരുമാനം ആയല്ലോ അല്ലേ? സാറിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് കോളേജ് രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നോ? കോളേജ് രാഷ്ട്രീയത്തോട് താല്പര്യമില്ലായിരുന്നു. താല്പര്യമില്ലായിരുന്നു. അഭിനയം. അതെ അതെ. ഇത് കഴിഞ്ഞപ്പോൾ ഹിന്ദി ഇഷ്ടമായോ? ഇവിടെ ഇവിടെ ഇന്റർമീഡിയറ്റ് ചേർന്ന് കഴിയുമ്പോൾ ഹിന്ദി ഇഷ്ടമായി? സ്വാഭാവികമായിട്ട് ഹിന്ദി എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ നേരത്തെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നില്ല. ഓ, നല്ല മാർക്കും കിട്ടുമായിരുന്നു. ഓ, അപ്പോൾ പിന്നെ അത് തന്നെ എത്തി. അതെ. പിന്നെ ബനാറസ് പോകാൻ തീരുമാനിച്ചതോ? ഇവിടെ BA പാസ്സായപ്പോൾ അന്ന് ഇവിടെ MA ഇല്ല. ഓക്കെ. അന്ന് BA വരെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അച്ഛൻ തന്നെ ബനാറസിൽ അയച്ചു. അച്ഛൻ അയച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് അധ്യാപകനായിട്ട് വരുമോ? തിരിച്ച് തിരിച്ച് വന്ന ഉടനെ ഞാൻ ചെയ്തത് നമ്മുടെ പാറ്റൂർ മുക്കിനെ സ്വന്തമായിട്ടൊരു ട്യൂട്ടോറിയൽ കളകൾ ഹിന്ദി പഠിപ്പിക്കാൻ. അല്ല, ഈ തോക്കുന്ന പിള്ളേർക്ക് ട്യൂഷൻ ഉണ്ടല്ലോ. ഹിന്ദി ആയിരുന്നോ? അല്ലല്ല, ഇപ്പോൾ SSLCക്ക് ഓക്കെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ തോറ്റ കുട്ടികൾ ഈ മാർച്ചിൽ തോറ്റു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ എക്സാം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള മനസ്സിലായി ട്യൂഷൻ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം കൂടെ കൂട്ടി അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ഗീത ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞു. ശരി. അച്ഛൻ നാഗരൂരിൽ പോയിട്ട് കോളേജിൽ ഉദ്യോഗം ഉണ്ടാക്കി. എന്ത് ചെയ്യാൻ, അച്ഛൻ്റെ നിർബന്ധം കാരണം. എനിക്ക് പിന്നെ കോളേജ് തുറന്നതിന് ശേഷം ഞാൻ ഞായറാഴ്ച വൈകുന്നേരം, അല്ല തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് വെളുപ്പാങ്കാലത്ത് അവിടെ പോവും. വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കും. ശനി ഞായർ മാത്രമേ ട്യൂട്ടോറിയൽ നടത്താൻ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ നിർത്തി. ഒരു മാർച്ച് സെപ്റ്റംബറിൽ നിർത്തേണ്ടി വന്നു. പിന്നെ അവിടെ തന്നെ കോളേജിൽ തന്നെ തുടർന്നു. 2 കൊല്ലത്തോളം പഠിപ്പിച്ചല്ലേ? 2 കൊല്ലത്തോളം. 2 കൊല്ലം. ഇതിൻ്റെ ഇടയിലാണോ ഇത് നിർത്തിയിട്ടാണോ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകുന്നത്? അതെ. ജോലി രാജിവെച്ചോ അതോ അതിൻ്റെ ഇടയിൽ? രാജിവെച്ചു. സ്കൂൾ ഓഫ് ഡ്രാമ അന്നില്ല. അന്ന് ഒരു ദിവസം സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പരസ്യം കണ്ടു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നു. അന്ന് വരെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഡ്രാമയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, സിനിമയ്ക്കുമില്ല. ഇല്ല. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വന്ന് ഇത് പരസ്യം വായിച്ചു നോക്കി. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അവരെൻ്റെ ഫോം അയച്ചു തന്നു. ഞാൻ ഫില്ലപ്പ് ചെയ്ത് അയച്ചു. പോയി ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം വെക്കേഷനായിരുന്നു. നമ്മുടെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. ഡൽഹി പോയി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ട് അവർ സെലക്ട് ചെയ്തു. അച്ഛന് എതിർപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ജോലി വിടണ്ട എന്നുള്ള? അതെ അതെ. ജോലി വിടണ്ടെന്ന് മാത്രമല്ല, ജോലി വിട്ടിട്ട് നാടകം പഠിക്കാൻ പോകുകയെന്ന് പറഞ്ഞു. MA പാസ്സായിട്ട്. അല്ല, അച്ഛനെ കുറ്റം പറയാനൊക്കില്ല. ഞാൻ ഈ MA പാസ്സായിട്ട് BAക്ക് പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. BA വരെയുള്ള കുട്ടികളെ പിള്ളേരൊന്നും അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല. അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ MA പാസ്സായിട്ട് ഈ BA ക്ലാസ്സുകാരെയൊക്കെ പഠിപ്പിക്കണവൻ മറ്റെവിടുത്തെ ഈ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ അഡ്മിഷൻ മെട്രിക്കുലേഷനാണ്. അത് കൊള്ളാം. അപ്പോൾ അച്ഛനെ കുറ്റം പറയാൻ പറ്റുമോ? അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഏറ്റവും യോഗ്യതയുള്ള ആളായിരുന്നായിരിക്കും സാറ് അവിടെ ചെന്നപ്പോൾ ബാച്ചിലെ? അതെ അതെ. ഏറ്റവും ഹൈ ക്വാളിറ്റി അല്ല, എന്നെക്കാളും ക്വാളിറ്റിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നെക്കാളും കൂടുതൽ ഡ്രാമയിൽ പരിചയമുള്ളവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷേ എഡ്യൂക്കേഷനിൽ സാറായിരുന്നു? അതെ, ഞാനായിരുന്നു. എന്നിട്ട് ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുമ്പോഴുള്ള സാറിൻ്റെ സങ്കല്പം എന്താണ്? തിരിച്ചു വരിക, നാടകത്തിൽ ഫോക്കസ് ചെയ്യുക? അതെ, തിരിച്ച് അന്ന് മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്ന് വീണ്ടും ഒരു പാരലൽ കോളേജ് തുടങ്ങുക. ഈ ട്യൂട്ടോറിയൽ കോളേജ് പോലെ. അതിൻ്റെ കൂടെ നാടകത്തിന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോൾ ഇവിടെ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ, അതൊരു 4 മണിക്ക് 5 മണിക്ക് ശേഷമുള്ള ക്ലാസ്സസ് ഫോർ വർക്കിംഗ് പീപ്പിൾ ആൻഡ് സ്റ്റുഡൻസ്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു ബസ്സൊക്കെ സംഘടിപ്പിച്ച്. അന്ന് ധാരാളം ഈ ആർട്സ് ക്ലബ്സ് ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ ആർട്സ് ക്ലബ് ഒന്നുമില്ല, പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. അതെ. അപ്പോൾ ആർട്സ് ക്ലബിലെ പ്രോഗ്രാംസിന് മാത്രം അവധി ദിവസങ്ങളിൽ പോയി കളിക്കുന്ന ഒരിത്. അപ്പോൾ അത് നടത്താനുള്ള കാശ് ഈ
ട്യൂഷൻ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കുക, കിട്ടുക. ഇതായിരുന്നു മനസ്സിൽ. മനസ്സിലായി. പക്ഷേ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യണതിന് മുമ്പ് തന്നെ സിനിമയിലായിപ്പോയി. സിനിമയിലായിപ്പോയി. ഈ സിനിമയിൽ ചെല്ലുമ്പോഴേ അപ്പം ഈ അന്ന് അന്ന് അന്നിപ്പം എനിക്ക് തോന്നുന്നത് നസീറും സത്യൻ സാറും നസീറും തോന്നുന്നു അതെ അതെ അന്നത്തെ സ്റ്റാറുകൾ. അപ്പോൾ ആ ലോകത്തേക്കുള്ള പ്രവേശനം എങ്ങനെ ഫീൽ ചെയ്തു? ഐ മീൻ അവരെയൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പം ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നോ അതോ വലിയ? ഇല്ല, അത് അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. ഇവരുടെ പടങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്, പിന്നെ ഇവരെയും കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ആ സമയത്ത്? ഇവരെ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വന്നില്ല. തിക്കുറിശി സാറിനെ പരിചയം ഉണ്ടായിരുന്നു അന്ന്? ഇല്ല, സിനിമ എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ 2 പടം കഴിഞ്ഞിട്ടാണ് അങ്ങനെ കാണുന്നത്. ഓ, കാണുന്നത്? അതെ അതെ, നേരിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത്. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ഒരു പരിചയത്തിന് സാഹചര്യം ഉണ്ടായില്ല. എങ്ങനെ ആദ്യത്തെ സിനിമ എന്തായിരുന്നു ആദ്യത്തെ ഒരു സിനിമയുടെ അനുഭവം എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഞാനൊരു ആർമി ഓഫീസർ, ഇവരെല്ലാം കേഡറ്റ്സ്, ആര് നസീറൊക്കെ, ഇവരൊക്കെ പിടിച്ച് വിരട്ടിയിട്ട്. ശരിയാ, നസീറൊക്കെ കേഡറ്റാണ്. അതെ, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. നന്നായി ചെയ്തു. എല്ലാവരും അഭിനന്ദനം പറഞ്ഞു. പറഞ്ഞു. പിന്നെ ഈ 2 സിനിമ കഴിഞ്ഞ് പിന്നെ സിനിമ അങ്ങ് വരാൻ തുടങ്ങി. അതെ 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 അതെ. അപ്പോഴറിയായിരുന്നോ നായകനാവുന്നു? അപ്പം തന്നെ മനസ്സിലായി? ഇനി അങ്ങനെ തോന്നലുണ്ടായോ? ഞാൻ ഈ നായകൻ എന്നുള്ളൊരു സങ്കല്പം എനിക്ക് ഇന്നുമില്ല അന്നുമില്ലായിരുന്നു. ആണോ? ഒരു ആക്ടർ എന്നുള്ളതേ ഉള്ളൂ. ഒരു നല്ല ക്യാരക്ടർ, നായകൻ. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഒരു നായകനാകാൻ വലിയ മോഹം ഉണ്ടായിരുന്നില്ല. ഈ സത്യൻ സാറുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എനിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അദ്ദേഹം. ആണല്ലേ? വലിയ സ്നേഹമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച പടങ്ങളിലെല്ലാം എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു ക്ലിയർ ആക്കാനായിട്ടല്ലേ? നമ്മുടെ അതെ അതെ അതെ, ഒരു അനിയനെ പോലെ. ജാടയൊന്നുമില്ല? ഒന്നുമില്ല. നസീർ സാറുമായിട്ടുള്ള ബന്ധവും? നസീറും അങ്ങനെ തന്നെയായിരുന്നു ആ കാലം മുഴുവൻ. ഇപ്പോൾ നസീർ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു പടം ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുടെ എഴുത്ത് വരുമായിരുന്നു, നന്നായിട്ടുണ്ട്, അതാണ് എന്നൊക്കെ. പിന്നെ ഇവർ നസീർ സാറുമായിട്ടുള്ള മുമ്പോട്ടുള്ള ഒരു അനുഭവം ഏതാ? 1-2? അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞ പടങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാത്തിലും ഒന്നിൽ സത്യൻ മധു, വേറൊന്നിൽ നസീർ മധു. അതെ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒന്നിൽ ഈ പടങ്ങളുടെ എണ്ണം അങ്ങ് കൂടിയല്ലോ. അപ്പോൾ ഇതിൽ എല്ലാവർക്കും അവർക്ക് അവർ രണ്ടുപേരുടെയും പടത്തിലുണ്ടാവും. അപ്പോൾ അവരെക്കാൾ കൂടുതലാവും. അതെ, അല്ല, അവർ രണ്ടുപേരും വന്നപ്പോൾ 2 പേർക്കും എല്ലാത്തിനും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ അവരുടെ സ്ഥാനത്ത് അതായത് പ്രധാന കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് എന്നെ വിളിച്ചു തുടങ്ങി. ഓക്കെ. അങ്ങനെയാണ് ഞാൻ സിനിമാ ഭാഷയിൽ പറഞ്ഞ ഹീറോ ആയത്. അങ്ങനെയാണ് ആവുന്നത്. അതെ അതെ. ആ 2 സിനിമയിലും വന്ന് അല്ലേ? ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ. ചെമ്മീനിലല്ലേ ഒരു ബ്രേക്ക് ആവുന്നത്? ഒരു നമ്മുടെ ആ സമയത്ത് ഒരു ബ്രേക്കായി മാറുന്ന ചെമ്മീനാണ്. ഒരു ആക്ടർ എന്നുള്ള ബ്രേക്കായത് ചെമ്മീനിലല്ല, ഭാർഗവനിലായിരുന്നു. അതൊരു ഫസ്റ്റ് ഹാഫിൽ ഒരു ആർട്ടിസ്റ്റല്ലേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. അതിലേക്കുള്ള ആ ഭാർഗവനിലയത്തിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് അത്? ആദ്യം ഞാൻ മൂടുകൂടത്തിലാണല്ലോ ആദ്യം അഭിനയിച്ചത്. അത് ചന്ദ്രധാരയുടെയാ, ഭാർഗവനിലയും ചന്ദ്രധാരയുടെ. അപ്പോൾ അവർ ചന്ദ്രധാര കൃത്യമായി വിളിക്കാൻ തുടങ്ങി എല്ലാ അതെ 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 അതെ. അത് ആ അനുഭവം എങ്ങനെ? ഭാർഗവനിലയത്തിൻ്റെ അനുഭവം ആ കാലത്ത് വലിയ ചർച്ചയായ സിനിമയാണല്ലോ. അതെങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു ലൊക്കേഷനും സാഹചര്യവും അനുഭവവും? ഇവിടെ വടകരയോ അവിടെയൊക്കെ ആയിരുന്നു ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ ഞങ്ങളെടുത്ത്. ബാക്കി മദ്രാസിൽ ഇൻഡോർ തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ ചെമ്മീനിലേക്കുള്ള സ്വാഭാവികമായിട്ടും രാമകരിയായിട്ടുമായിട്ടുള്ള ഒരു തുടർച്ചയിൽ ചെമ്മീനിലെത്തും. ഈ ചെമ്മീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം തന്നെ എത്തപ്പെട്ടല്ലോ. അതിനെന്തെങ്കിലും ചർച്ചകൾക്ക് ഉണ്ടായിരുന്നു ആദ്യം? ഈ പ്രത്യേകിച്ച് ഒരു ദിവസം രാമകരിയായിട്ട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ചെമ്മീൻ എടുക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ റോൾ ചെയ്യണം പരീക്കുട്ടിയുടെ. ഞാൻ ചെയ്യാം. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ നോവൽ പല പ്രാവശ്യം വായിച്ച് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് പരീക്കുട്ടി. മനസ്സിൽ കിടക്കും. അതെ അതെ. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമായി ചെയ്യാം. അപ്പോൾ ആ ഒരു അനുഭവം, കാരണം ഇപ്പോഴും അതായത് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഈ ചെമ്മീനെ പോലെ എക്കാലത്തും ഉള്ളൊരു സിനിമ വേറെ കാണത്തില്ല. വേറെ ഇല്ല. ഇപ്പോഴും അത് കാണുമ്പോൾ ബാക്കി സിനിമകളൊക്കെ നമുക്ക് കാലത്തിൻ്റെ മാറ്റം കാണും, പക്ഷേ ഈ സിനിമ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയാമോ? ഈ ചെമ്മീനിലെ അഭിനയവും വലിയ അതിൻ്റെ അനുഭവം പടത്തിനോ അതിൻ്റെ ഷൂട്ടിങ്ങിനോ ഒന്നുമല്ല. ഡ്യൂറിങ് ഷൂട്ടിംഗ് ഉണ്ടല്ലോ, മുഴുവനും കടപ്പുറത്താണല്ലോ, എല്ലാ ആർട്ടിസ്റ്റും കടപ്പുറത്ത് പോവുക. അവിടെ വെച്ചിട്ട് അവിടെ എന്താ പറയുക, എല്ലാവരും അസൽ മുക്കുവന്മാരോ അല്ലാത്തവരോ ഒക്കെ ആയിട്ട് എന്തിന്
പല കഥാപാത്രങ്ങളുടെയും ഷർട്ടും മുണ്ടും ഒക്കെ തന്നെ അവരെ നിന്ന് കടം വാങ്ങിച്ചതാണ്. ആ അത് ശരി. അങ്ങനെ കടപ്പുറത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിയുക, തിരിച്ച് വൈകിട്ട് താമസ സ്ഥലത്ത് പോവുക, തിരിച്ചു വരിക. ആയിരക്കണക്കിന് ആളുകളെല്ലാം ഉണ്ട് കാണാനും. എല്ലാവരും ഉണ്ട്. അക്കാലമല്ലേ. ആ അതെ, എല്ലാവരും ഉണ്ട്. നിങ്ങൾ 3 പേരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് നല്ല കാലം, നല്ലത്. അല്ല, അവരുമായിട്ട് നല്ല സൗഹൃദമായി. പിന്നെ അപ്പോൾ അവരെ അകറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ? എല്ലാവരും. അതുകൊണ്ട് ആ കഥാപാത്രത്തെ എങ്ങനെയാണ്, അത് ആ ഒരു കഥാപാത്രമായി മാറിയത് എങ്ങനെയാണ്? അതിനെന്തെങ്കിലും ട്രെയിനിങ്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നേരത്തെ പോലെ അറിയാം. ട്രെയിനിങ് ഒന്നുമില്ല. ഞാൻ മനസ്സിലുണ്ടായിരുന്നു. ബൈഡിക്കുട്ടി ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ. അതെ. അതിനകത്ത് രാമകരിയാട്ടിൻ്റെ എന്തെങ്കിലും പ്രത്യേകം കൊണ്ട് പറഞ്ഞിരുന്നു എങ്ങനെ ആവണം? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ശകലം ഒരു ഡ്രമാറ്റിക് കുറച്ച് ആയി പോവുകയാണെങ്കിൽ, അഭിനയമായി പോവുകയാണെങ്കിൽ വേണ്ട സോഫ്റ്റായിട്ട് വളരെ സ്വാഭാവികമായിട്ട് സമാധാനമായിട്ട് ചെയ്താൽ മതി അറിയാം. അതൊരു പക്ഷേ അതിന് വളരെ ഹെൽപ്ഫുള്ളായി. വളരെ. ഷീലയായിട്ട് അതിന് മുമ്പ് ഷീലയായിട്ടുള്ള അഭിനയം ഷീലയായിട്ടാണ് തുടങ്ങിയത് തന്നെ. ഓക്കെ. ഇത് മറ്റേതിനകത്തിന് ഹീറോയിൻ ഇല്ലല്ലോ. ഇല്ല. നിലമണിഞ്ഞ കാൽപ്പാട് ഇല്ല. അത് ചെറിയ റോളും ആയിരുന്നല്ലോ അല്ലേ? ചെറിയ റോളല്ല, അധികം സീൻസ് ഇല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ്. ഈ ഹീറോ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു ഹീറോയിൻ്റെ കൂടെ അഭിനയിച്ചത് മൂടുപടത്തില്ല, ഷീലയുടെ കൂടെ. ഈ ഷീല വളരെ അഭിനയം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോഴും ഈ ഷീലയെക്കാട്ടുള്ള അടുപ്പം നിലനിർത്തുന്നു. പിന്നെ നിങ്ങൾ തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും ബന്ധങ്ങളെല്ലാം ആ പഴയ സിനിമാക്കാരെല്ലാം. ഇപ്പം അന്നത്തെ ജയഭാരതി അങ്ങനെ അവരെല്ലാവരും ട്രിവാൻഡ്രം ഇവിടെ വരും. ഷീലയും വന്നിരുന്നു, ജയഭാരതിയും വന്നിരുന്നു, എല്ലാവരും വരും. ശാരദ വന്നിട്ടുണ്ട്. ശാരദയൊക്കെ അവരെല്ലാം മദ്രാസിലാണ് തോന്നുന്നല്ലേ? മദ്രാസ് കാണാൻ വരാറുണ്ട്, വിളിക്കാറുണ്ട്. ഓ, അവരുമായിട്ടുള്ള ഒരു ഈ കെമിസ്ട്രി എങ്ങനെയായിരുന്നു? ഏറ്റവും എങ്ങനെയായിരുന്നു? ഏറ്റവും ഏതാണ്ട് ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു മോഡലാണെന്ന് പറയാൻ വേണമെങ്കിൽ. അന്ന് പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നത്തെ വളരെ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരുന്നായിരിക്കും അല്ലേ? പിന്നീട് ഈ മാറിയില്ലേ സിനിമ? ഒരുപാട് മാറിയില്ല. ഈ സിനിമ സംവിധാനത്തിലേക്ക് വരാൻ തീരുമാനിച്ചു പിന്നെ എങ്ങനെയാണ്? അതിൻ്റെ ഒരു അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സംവിധാനത്തിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്തുകൊണ്ട്? കാരണം കുറേ വായിച്ച് കുറേ കഥകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇതിൽ പല കഥകളും അന്നത്തെ ഫോമുല വെച്ചിട്ട് സിനിമയിൽ എടുക്കുന്ന കഥകളായിരുന്നില്ല. ഓക്കെ. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്നെ ഒരു വളരെ നല്ലവനായിട്ട് അങ്ങ് പടത്തിൽ അഭിനയിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു നല്ല കുട്ടിയായിട്ട് മാറി. അപ്പോൾ എൻ്റെ ഇമേജ് ഒരു നല്ല കുട്ടിയുടെ സഫർ ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന, പാപമായ എനിക്കതത്ര ഇഷ്ടമായില്ല. ഈ ഇമേജ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് ആ പ്രിയ എടുക്കണം. അതിൽ ഒരു എന്തെന്ന് പറയാൻ വളരെ വില്ലൻ വേഷമായി കഴിഞ്ഞു. വില്ലൻ എന്ന് പറയാൻ ഒരു എന്താ പറയാൻ ഒരു സ്ക്രൂപ്ലസ് ക്യാരക്ടർ. അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആ സിനിമ? ആ പടം നന്നായിട്ട് പോയി, ആളുകളെല്ലാം ഇഷ്ടപ്പെട്ടു. അല്ല, ഈ സംവിധാനം പക്ഷെ അത് അഭിനയം പോലെ അത്ര എളുപ്പമല്ലല്ലോ. അഭിനയം എളുപ്പമെന്നല്ല ഞാൻ പറഞ്ഞേ. അല്ലല്ല, അത് വാസന ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ രണ്ടും എളുപ്പമാണ്. ഓക്കെ. പക്ഷെ എങ്കിലും അഭിനയം സംവിധാനം ഒരുമിച്ച് കൊണ്ടുവന്ന് തീരുമാനിച്ചു. അതെ. പക്ഷേ അഭിനയം തന്നെ മുൻപിൽ നിർത്തി. അത് ഈ നാടക സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഞാൻ. ഓക്കെ. എനിക്കൊന്ന് അങ്ങ് ടെക്നിക്കൽ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു അല്ലേ? ആയിരുന്നു. അത് അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? സാങ്കേതിക കാര്യം എന്നോട് പറ്റിയ റോബിൻ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ ചേഞ്ചസ് വരുന്നത് നാം അറിയാതെ വന്ന് കയറുന്നതല്ലേ, കണ്ണിന് കാണുന്നതല്ലേ. സോ വി മൂവ് വിത്ത് ദാറ്റ്. അല്ലാതെ ഒരു ചേഞ്ച് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അല്ല. ഓക്കെ. അത് സ്വാഭാവികമായിട്ട്. അതെ. ഈ അങ്ങ് എനിക്ക് 60 വർഷത്തോളം അഭിനയിച്ചു. 60 വർഷം അഭിനയിച്ചു. അപ്പോൾ ഈ മാറ്റം സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മറികടന്ന് പോയിക്കൊണ്ടിരുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് നിർത്തുന്നവരെ ഇത് മാറിയെന്നും അറിഞ്ഞൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇല്ല. അതിപ്പോൾ അങ്ങനെ നമ്മളതിന് ശരീരം ഒരു കുഞ്ഞായി ജനിക്കുന്നു, വളർന്ന് വലുതായി കിഴവനാവണമെന്നൊക്കെ പറയില്ലേ. അതുപോലെ സിനിമയിൽ സിനിമ കിഴവനായില്ലെങ്കിലും അതിലിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നാം അറിയില്ല. അതിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ ദൂരെ നോക്കുമ്പോഴാണ് ഈ മാറ്റങ്ങൾ പ്രത്യേകം.
വരിക. പക്ഷേ കുറച്ച് നമ്മൾ സ്റ്റഡി ചെയ്താൽ മാറ്റങ്ങൾ ഇന്നതാണെന്നുള്ളത് അറിയാൻ പറ്റും. ഈ കളറിലേക്കുള്ളൊരു മാറ്റം അത് ആ ഒരു കാലം ഒന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കണത് പിന്നെ ആ തലമുറ മാറുന്നു, ഈ അങ്ങയുടെ ആ തലമുറ മാറിയിട്ടും അങ്ങ് തുടരുകയാണ് സിനിമയിലേക്ക്. ഈ പുതിയ തലമുറയിലേക്ക് വരും. മമ്മൂട്ടി മോഹൻലാലിൻ്റെ കാലത്ത് മമ്മൂട്ടിയുള്ള ആദ്യത്തെ പടം ഏതാണ്? പടയോട്ടമാണെന്ന് തോന്നുന്നു. പടയോട്ടം. പിന്നെ അദ്ദേഹമായിട്ട് ഈ പുതിയ തലമുറയോട് പെട്ടെന്ന് അടുപ്പത്തിലായി. ഇപ്പൊ എങ്ങനെയാണ് അവർ മമ്മൂട്ടി മോഹൻലാലിനോടൊക്കെ ഉള്ള ഒരു ബന്ധം? ഞങ്ങൾ വളരെ വളരെ സ്നേഹമാണ്. അതുകൊണ്ടായിരിക്കും മമ്മൂട്ടി നിർബന്ധിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ച് രണ്ടുപേരും വരാറുണ്ട്. ഈ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ നസീറിനോടും സത്യനോടും ഒക്കെ അഭിനയിച്ചിരുന്ന കാലത്ത് നിന്ന് മമ്മൂട്ടിയോടും മോഹൻലാൽ അഭിനയിക്കുക ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുമായിരുന്നു. എന്താ വ്യത്യാസം? ഇവരോടുള്ള ഒരു യങ്ങർ ബ്രദേഴ്സിനോടുള്ളൊരു അപ്രോച്ചും മറ്റൊരിടത്തൊരു സീനിയേഴ്സിൻ്റെ സത്യൻ സാറിനാണെങ്കിൽ വളരെ സീനിയറായിട്ടുള്ള ഒരാളും, നസീറാണെങ്കിൽ അതുപോലെ തന്നെ അത്രയും സീനിയർ അല്ലെങ്കിലും അങ്ങനെയുള്ളൊരു സ്നേഹം ബഹുമാനം കൂടെ ചേർന്ന ഒരു ബന്ധമായി. ഇതിനിടയിൽ ജയൻ, ഈ ജയൻ്റെ ആ കാലയളവ് അല്ല, ഒരു ഷോട്ടെങ്കിലും വേണമെന്നുള്ളത് അയാൾ നിർബന്ധമല്ലേ. എനിക്കിതൊരു ഭാരമാണ്. വേണ്ടാത്ത മുഴുവൻ എഴുതി കഴിഞ്ഞ് പടം തുടങ്ങിയ ഉപകാരമില്ല. എൻ്റെ ക്യാരക്ടറേ ഇല്ല അതിനകത്ത്. കാരണം ഈ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഭയങ്കര ഒരു ശബ്ദം കേൾക്കണം. ഞങ്ങൾ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആളുകൾ ഉടനെ ഓടിച്ചെല്ലാമെന്ന് നോക്കിയപ്പോൾ അവിടെ വണ്ടിയൊന്നുമില്ല അങ്ങോട്ടില്ല. അതെന്തായിരിക്കും അങ്ങനെ? എന്തായിരിക്കും സംഭവിച്ചത്? അത് പറ്റിയത് എന്തെന്ന് പറയാൻ നോക്കി എന്തെന്ന് പറയാനൊക്കെ സമയത്തോട്ടൊന്നുമില്ലാതെ കുറേയൊക്കെ പുള്ളി തന്നെയാണ് കാരണക്കാരൻ. ആ ടേക്ക് എടുത്തത് മതി, ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ കേക്ക് കർണാടിൻ്റെ അടുത്ത് വരെ ഒരു 5-6 പേര് എല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. ഉടനെ എന്നെ അറസ്റ്റ് ചെയ്യണം, ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഒരു 10-25 രൂപ കൊടുത്താൽ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി കേസൊന്നും ഉണ്ടാവില്ലെന്ന് ഈടാക്കാതെ 1 മണിയെന്ന് പറഞ്ഞ് ഞാൻ പുറത്താക്കി.